ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെള്ളക്കടലയുടെ കറിയാണ്. അപ്പോൾ വെള്ളക്കടല കറി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു പുരിയുടെ ഉണ്ടാക്കുന്നുണ്ട്, അതിൽ കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ കടല തലേദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു കുക്കറിലോട്ട് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനിയും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 3 കപ്പ് വെള്ളമാണ് ഞാനിതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. കടലയുടെ മുകളിൽ നിൽക്കത്തക്കവണ്ണം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ബാക്കി നമുക്ക് ആവശ്യമുള്ള പിന്നീട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം കുക്കർ നല്ലതായിട്ട് അടച്ച് ഒരു 8 വിസിൽ വരെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ജാതിപത്രിയുടെ ഒരു ചെറിയ കഷ്ണം എന്നിവയിട്ട് നല്ലതായിട്ടൊന്ന് മൂത്തതിന് ശേഷം ഇതിലോട്ടൊരു 2 വലിയ സവാള ചോപ്പ് ചെയ്താണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇത് നല്ലതായിട്ട് വഴന്നു വരണം. ഇതിലിട്ടൊരു സ്വല്പം ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള പെട്ടെന്നൊന്ന് നമുക്ക് വഴന്ന് കിട്ടും. കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കരിഞ്ഞു പോകാതെ നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. തീ സ്ലോയിൽ വെച്ച് നമുക്കിതിൽ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ചുവന്ന മുളകിൻ്റെ പൊടി 1/2 ടീസ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും മീറ്റ് മസാലയുടെ പൊടി 1 ടീസ്പൂണും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീറ്റ് മസാല ചേർക്കണമെന്ന് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. ഇത് ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഈ പൊടികളൊക്കെ ഒന്ന് വഴന്ന് വരണം, ഒന്ന് പച്ചമണം മാറിക്കിട്ട്. ഇതിലോട്ട് ഞാൻ ഈ മസാലക്കൂട്ട് നിങ്ങളുടെ കയ്യിലില്ലായിരിക്കാം. ഇതിവിടെ കിട്ടുന്ന ഒരു മസാലയാണ്. ഇത് ഞങ്ങൾക്ക് ഇൻ്റർനാഷണൽ ട്രേഡ് ഫെയർ ഞാൻ വാങ്ങിച്ചൊരു മസാലയാണ്. ഇത് ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ചേർത്തതാണ്. ഇനി ഇതിലേക്ക് ഒരു 2 തക്കാളി മിക്സിയിൽ അടിച്ചെടുത്തതാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ട് ഒന്ന് വേവിച്ച് എടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം അടച്ച് ഇത് എണ്ണ തെളിയുന്നത് വരെ നമുക്ക് ചെറു തീയിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നതിന് ശേഷം മാത്രമേ ഇതിലോട്ട് കടല ഇട്ട് കൊടുക്കാവൂ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് കടല ഇട്ട് കൊടുക്കാം. കടല വെന്തതിന് ശേഷം ഞാനൊന്ന് തവി കൊണ്ടൊന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാത്രമാണ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കടല എടുത്ത് മിക്സിയിലൊന്ന് അടിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ കടലയെല്ലാം ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലോട്ട് ചൂടാക്കിയ വെള്ളം, തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചവെള്ളം ഇനി ചേർക്കരുത്. നല്ലതായിട്ട് ചൂടാക്കിയ വെള്ളം ഇതിലോട്ട് ആവശ്യത്തിന് ഗ്രേവിക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇപ്പോൾ ഇതിലുണ്ടോ എന്ന് നോക്കാം. ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം.
ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് ഇത് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ആ മസാലയൊക്കെ ആ കടലയിലൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ്. ഉപ്പ് നോക്കിയാൽ സ്വല്പം കുറവുണ്ടായിരുന്നു, ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി ഒന്ന് ആ വെള്ളം കുറച്ചുകൂടി ഒന്ന് പറ്റണം. ആവശ്യത്തിനുള്ള ഗ്രേവിക്കനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഒരു 2 മിനിറ്റ് കൂടി ഞാൻ അടച്ചു വെച്ചതിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉലുവ ഉണക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചത് കിട്ടുമല്ലോ, അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കസ്തൂരി മേത്തി, ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി തീ ഓഫാക്കാവുന്നതാണ്. വേണമെങ്കിൽ നിങ്ങൾക്കിതിൽ നെയ്യ് ചൂടാക്കി അതിൽ ഇച്ചിരി കാശ്മീരി മിർച്ചിൻ്റെ പൊടി ചേർത്ത് ഒന്ന് ഇതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ആകും. ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, ആവശ്യമുള്ളവർക്ക് അതുകൂടി ചെയ്യാവുന്നതാണ്. ഇനി ഇത് അടച്ച് നമുക്ക് കുറച്ച് നേരം വെക്കണം, എന്നാൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് ആകത്തുള്ളൂ. ഒന്നുകൂടി ഈ ഗ്രേവി ഒന്ന് കുറുകി വരും. ഇനി അടച്ചു വെച്ച് കുറേ നേരം കഴിയുമ്പോൾ 2 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നല്ലതായിട്ട് ഈ ഗ്രേവി കുറുകി വരും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉടനെ എടുത്താൽ ഗ്രേവി ഒരു നീണ്ടതുപോലെ ഇരിക്കും. അപ്പോൾ നമ്മളുടെ അടിപൊളി കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പൂരി ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കാം. ഒരു പൂരി എടുത്ത് എണ്ണ ചൂടാക്കിയതിലോട്ട് സ്വല്പം ഒന്ന് മുക്കിയതിന് ശേഷം പരത്തുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പരത്തുവാൻ പറ്റും. അപ്പോൾ ഞാൻ പൂരി നന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതായിട്ട് ചൂടായ എണ്ണയിൽ ഇട്ട് വേണം ഉണ്ടാക്കുവാനായിട്ട്. നന്നായി ചൂടായി കിടക്കുന്ന എണ്ണയാണ്, അതിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ പെട്ടെന്ന് പൂരി പൊങ്ങി വരുന്നതാണ്. പൂരിക്ക് ഇടുന്നുണ്ടെ സൂക്ഷിച്ചിടണം, അല്ലെങ്കിൽ ദേഹത്തൊക്കെ തെറിക്കും. അപ്പം നമ്മളുടെ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൂരിയും കടലക്കറിയും വെള്ളക്കടലക്കറിയും നല്ല കോമ്പിനേഷനാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പം നമ്മളുടെ അടിപൊളി വെള്ളക്കടലക്കറിയും പൂരിയും